നേതാക്കൾക്ക് 75 വയസ്സ് പ്രായപരിധിയിൽ മാറ്റം വേണ്ട എന്ന് CPM പോളിറ്റ് ബ്യൂറോയിൽ വീണ്ടും നിർദ്ദേശം വന്നിരിക്കുകയാണ് അല്ലേ? അതെ, പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുന്ന യോഗത്തിലാണ് നിർദ്ദേശം. പിണറായി വിജയൻ ഇത്തവണ PB തുടരുന്ന കാര്യത്തിൽ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്ന കാര്യം കൂടി അറിയണം. 75 വയസ്സെന്ന പ്രായപരിധി, അത് ആ രീതിയിൽ ഒരു മാറ്റം വേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ PB അടക്കം വന്നിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ബൽറാം, ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഒരു നിർദ്ദേശം പോളിറ്റ് ബ്യൂറോയിൽ വരാൻ കാരണം? വീണ്ടും ഒരു പ്രായപരിധി, അതിലൊരു പുനർചിന്തനം വേണ്ട എന്ന് തന്നെ PB കരുതുന്നു അല്ലേ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ, ഹാപ്പി ആനിവേഴ്സറി. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രായപരിധിയിൽ മാറ്റം വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്കാണ് CPIM എത്തിയിരിക്കുന്നത്, CPIMന്റെ കേന്ദ്ര നേതൃത്വം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലാണ് ഈ നേതാക്കൾക്ക്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് 75 വയസ്സ് എന്ന പ്രായപരിധി പാർട്ടി നിശ്ചയിച്ചത്. ഈ ഒരു തീരുമാനം കൃത്യമായി തന്നെ നടപ്പാക്കാനുള്ള ഒരു തീരുമാനം ആണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പുനരാലോചന വേണ്ടി വന്ന ഒരു സാഹചര്യം എന്നുള്ളത് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണത്തോടുകൂടി പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോയിലെ നിരവധി അംഗങ്ങൾ ഈ 75 വയസ്സ് പ്രായപരിധി പൂർത്തിയായി ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് ഈ ചർച്ചകൾ ഉയർന്നു വന്നത്. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 17 അംഗ പോളിറ്റ് ബ്യൂറോയിലെ 7 പേർ 75 വയസ്സ് പ്രായപരിധി പൂർത്തിയാകും. അവർ മാറി നിൽക്കേണ്ട സാഹചര്യം ഈ ഒരു തീരുമാനത്തിലൂടെ ഉണ്ടാകും. സീതാറാം യെച്ചൂരിയുടെ മരണം കൂടിയായതോടെ 8 പേർക്കാണ് മാറ്റമുണ്ടാകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ ഇതിന് ഇളവ് വേണമെന്ന് നേതൃതലത്തിൽ തന്നെ ചില നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ആ മാറ്റം വേണ്ട എന്ന ഒരു തീരുമാനത്തിലാണ് പാർട്ടി ഇപ്പോൾ ഉള്ളത്. ഇന്നലെ നടന്ന ചർച്ചകളിൽ പ്രകാശ് കാരാട്ട് തന്നെയാണ് അത് കൃത്യമായി തന്നെ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നും അത്തരത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ അത് ഒരു തെറ്റായ സന്ദേശം നൽകും, നേതൃതലത്തിൽ തന്നെ മാറ്റമുണ്ടായി പുതിയ ഒരു തലമുറയ്ക്ക് അവസരമൊരുങ്ങേണ്ട സാഹചര്യമുണ്ട് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അക്കാര്യത്തിൽ പുനരാലോചന ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ 7 പേർ, പ്രകാശ് കാരാട്ട, ബൃന്ദ കാരാട്ട, പിണറായി വിജയൻ, മണിക് സർക്കാർ, G രാമകൃഷ്ണൻ അടക്കമുള്ള 7 അംഗങ്ങൾ നിലവിൽ മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടാവും. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് സമയത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് 75 വയസ്സ് പൂർത്തിയായിരുന്നെങ്കിലും പാർട്ടി കോൺഗ്രസിലാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന ഒരു പദവി കൂടി വഹിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ഇളവ് നൽകാൻ തീരുമാനിച്ചത്. അത്തരത്തിൽ ഇത്തവണ നൽകേണ്ടതുണ്ടോ എന്ന കാര്യത്തിലും പാർട്ടി കോൺഗ്രസ് ആയിരിക്കും തീരുമാനിക്കുക. കാര്യമായ നയമാറ്റങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിൽ വേണ്ട എന്നാണ് രാഷ്ട്രീയ പ്രമേയ രേഖയുടെ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം എന്നുള്ളത്. BJPയെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് തന്നെ ഒരു വിശാല സഖ്യത്തിന്റെ ഭാഗമായി നിലനിൽക്കാം, തുടരാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം ഒരു സംഘടനാപരമായ ശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം എന്നും അതിനായുള്ള കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടാകണം എന്നുമുള്ള നിർദ്ദേശമാണ് പ്രധാനമായും സംഭവിക്കുന്നു CPM എന്ന് പറയാം അല്ലേ? പുതിയ തലമുറകൾ, പുതിയ ചിന്തകളൊക്കെ ചിലപ്പോൾ പാർട്ടിയിലേക്ക് വരും എന്നാണ്.